പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് അഭിമാന പുരസ്സരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു എം നോട്ട്സ്. നമ്മുടെ നാട്ടിൽ TV, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഓപ്പൺ ചെയ്താൽ വളരെ മൂല്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് മഹാനടന്മാർ, നടിമാർ വന്ന് പരസ്യം ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപ പലിശക്കണി, കടക്കണി വാങ്ങിച്ച് അഡ്മിഷൻ തരുന്ന ഒരുപാട് കോഴ്സുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ നാമമാത്രമായ ഫീസിൽ ഉടനെ ജോലി കിട്ടുന്ന ഗംഭീരമായ ചില കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ ജോലി സാധ്യത കൂടുതലുള്ള കോഴ്സുകൾ എന്നുള്ള ഈ പരമ്പരയിൽ. അതിൽ മത്സ്യബന്ധനത്തിനും അക്വാകൾച്ചറിലും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള എല്ലാവർക്കും, കർഷകർ, വീട്ടമ്മമാർ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, വിദ്യാർത്ഥികൾ, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഉദ്യോഗസ്ഥർ, റിട്ടയേർഡ് അധ്യാപകർ, റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയ്ക്കും ഒപ്പം തന്നെ ഒരു ഫാഷൻ എന്നുള്ള നിലയ്ക്കും ഒരു ഹോബി എന്നുള്ള നിലക്കും ഗംഭീരമായി ചെയ്യാവുന്ന ചില പ്രോഗ്രാമുകളാണ് ഈ ഡിപ്ലോമ ഇൻ അക്വാകൾച്ചർ എന്നുള്ള പ്രോഗ്രാമിൽ അഭിമാന പുരസ്സരം ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത്. ഈ കോഴ്സിന്റെ പ്രത്യേകത വളരെ വലുതാണ്. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്തിരിക്കണം. പൊതുവെ ഞങ്ങളുടെ ഒരു തത്വം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു മതപഠനം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തിട്ട് മറ്റുള്ളവരെ അത് ധരിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ, ഗസറ്റഡ് റാങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള 31 കൊല്ലം ഗസറ്റഡ് റാങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അധ്യാപകൻ, ഇപ്പോൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 3000-ൽ കൂടുതൽ വീഡിയോസിൽ ഞാൻ കൃത്യമായി എൻ്റെ പേര് ഉദ്ധരിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഹോബി എന്നുള്ള നിലക്കോ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള നിലക്കോ ഞാൻ ചെയ്തിട്ടുള്ള 2 സുപ്രധാനമായ സംഗതിയാണ്. ഒന്ന്, ഈ ഫാർമർ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം, ഈ ഒന്നിൽ ഞാൻ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത്. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് അഗ്രി മെഷീനറി. അഗ്രി മെഷീനറി എന്ന് പറയുന്നതിലെ ഹോം പേജ് എടുത്താൽ നമുക്ക് മനസ്സിലാകും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഫാം മെക്കനൈസേഷൻ ആൻഡ് ടെക്നോളജി. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അംഗീകൃത ഫാർമറാണ് ഞാൻ. എൻ്റെ ആ ഒരു ഡിജി ഇൻഫർമേഷൻ ആണ് ഞാൻ ഇപ്പോൾ താങ്കളെ ഇവിടെ ധരിപ്പിച്ചത്. അതിന് സ്മാം എന്നുള്ളത്, ആ സ്മാമിൽ രജിസ്റ്റർ ചെയ്താലുള്ള ഗുണം വളരെ 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 വലുതാണ്. ഫാർമർ ബേസിക് നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സിനെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ 50% നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ട് നൽകുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ്. ഞാൻ എൻ്റെ കൃഷി സംബന്ധമായ എല്ലാ സംഗതികളും ഭംഗിയായി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ തന്നെ NFDP, അതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ്. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ഇത്. മുഹമ്മദ് മുബാറക് KM എൻ്റെ അഡ്രസ്. അതിലെ ഒക്കുപേഷൻ മാർക്കറ്റിംഗ്, ഇൻഫർമേഷൻ, ഇന്റലിജൻസ് സപ്പോർട്ട് പ്രൊവൈഡർ ആൻഡ് പ്രൊവൈഡർ ഓഫ് കൺസൾട്ടിംഗ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണ്? പ്രൊവൈഡർ ഓഫ് കൺസൾട്ടിംഗ് ആണ്, അഡ്വൈസറി സർവീസസ് ആണ്, ഫാം മാനേജ്മെന്റ് ആൻഡ് ഫ്രഷ് വാട്ടർ എന്നുള്ളത്. അതേ പ്രോഗ്രാം തന്നെയാണ് ഞാൻ ഇവിടെ അഭിമാന പുരസ്സരം താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ വലിയ ഒരു സംഭവമാണ്. നാഷണൽ ഫിഷറീസ് മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്നുള്ള ഈ ഒരു സംഭവം 6000 കോടിയിൽ കൂടുതൽ രൂപ 2026-24
23, 24 മുതൽ 26, 27 വരെ 6000 കോടി രൂപ ഈ മത്സ്യ കർഷകർക്ക് വേണ്ടി പല തരത്തിലുള്ള സ്കീമുകളില് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോർമലൈസേഷൻസ് ഓഫ് ദ ഫിഷറി സെക്ടർ, ഫെസിലിറ്റേറ്റിംഗ് access of micro enterprises, government of India program for working capital financing, facilitating adoptions of aquaculture insurance, adoption and extension of a fish and fishery product safety and quality assurance system, project management, monitoring and report. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സ്പെഷ്യലൈസേഷനോട് കൂടി നമുക്ക് ഉള്ളതാണ്. അതിലുള്ള മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇതിനോടൊപ്പം താങ്കളെ അറിയിക്കുന്നത്. താങ്കൾ ഒരു ഉദ്യോഗസ്ഥരായിക്കോട്ടെ, താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ താങ്കൾ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, 25,000 രൂപ, 30,000 രൂപ, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം എല്ലാം കൊടുത്ത് നമ്മൾ വലിയ വലിയ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഏതൊക്കെയാണ് ഈ വലിയ വലിയ കോഴ്സുകൾ? ബിടെക്, പോളിടെക്നിക്, MBBS, അഗ്രികൾച്ചർ, മാനേജ്മെന്റ്, MBA, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ലക്ഷങ്ങൾ പലിശക്കെണിക്കും കടക്കെണിയും വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ചില മേഖലയാണ് ഈ സീരീസിൽ ഞാൻ ഫുൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു ജോലി പ്രൈവറ്റ് ആയിട്ടോ ഓൺലൈനിലോ ODL-ലോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ UGCയുടെ പുതിയ ഗൈഡ് ലൈൻ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ പെർസ്യൂയിങ് 2 അക്കാഡമിക് പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ അസംഖ്യം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര തൊഴിൽ സാധ്യതകൾ ഉണ്ട്. പക്ഷെ അതിനുള്ള ഇന്റഗ്രേറ്റഡ് എൻക്വയറി ഡ്രിവൻ ഡിസ്കവറി ഓറിയന്റഡ് ലേണർ സെന്റർ ഡിസ്കഷൻ ബേസ്ഡ് ഫ്ലെക്സിബിൾ എൻജോയബിൾ ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ UGC നമുക്ക് ഇൻഫർമേഷൻ നൽകുന്നത്. അതിന്റെ ഗൈഡ് ലൈൻ ഞാൻ കൃത്യമായി താങ്കളെ വായിച്ച് കേൾപ്പിക്കാം. A student can pursue 2 full-time academic program in physical mode provided that in such cases class timings for one program do not overlap with the class timings of the other program. അപ്പോൾ 2 full-time പ്രോഗ്രാമുകൾ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ a student can pursue 2 academic programs, one in full-time physical mode and another in open and distance learning. അപ്പോൾ ഒരു റെഗുലർ പ്രോഗ്രാം ഫേസ് ടു ഫേസ് പ്രോഗ്രാമും ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് പ്രോഗ്രാമിലെ ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രോഗ്രാം ആൻഡ് ODL പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളപ്പോൾ താങ്കൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇത് കേരള PSC തന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം 22/6/2022 ബഹുമാന്യനായ ലാൽ S അണ്ടർ സെക്രട്ടറി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി നൽകിയ ഒരു ചോദ്യത്തിന്റെ ഉത്തരം, 2 ഉത്തരങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകൾക്കായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന യോഗ്യതകൾ നിശ്ചയിക്കുന്നത് അതാത് തസ്തികകളുടെ വിശേഷാൽ ചട്ടങ്ങൾ, കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓരോ തസ്തികകളുടെയും തെരഞ്ഞെടുപ്പിന് വേണ്ട യോഗ്യതകളുടെ അംഗീകാരം തീരുമാനിക്കുന്നത് സർക്കാരാണ്. 17/7/1965 GOMS നമ്പർ 526/PD വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ ഇവയിലേതെങ്കിലും പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതോ UGC അംഗീകൃതമായിട്ടുള്ളതോ ആയ സർവകലാശാലകൾ നൽകുന്ന ഡിപ്ലോമകൾ ഇവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എല്ലാം അംഗീകരിച്ചതാണ്. മറ്റൊരു രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങൾക്കുള്ള ഒരു കമ്പൈൻഡ് ആൻസർ, UGC അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സർവീസ് നടത്തിക്കൊണ്ട് താങ്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നാമമാത്രമായ ഫീസിൽ ഈ തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഏറ്റവും മൂല്യവത്തായ എത്രയും പെട്ടെന്ന് ജോലിയും അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ ഹോബി അല്ലെങ്കിൽ പ്ലഷർ താങ്കൾക്കുള്ള സന്തോഷം ലഭ്യമാണ്. ഈ വിവരം ആധികാരികമായി താങ്കളെ അറിയിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ നോട്ട്സിലൂടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ജൂലൈ 2024 ബാച്ചിലെ ഈ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിപ്ലോമ ഇൻ അക്വാകൾച്ചർ പ്രോഗ്രാം അഥവാ DAQനെ പറ്റി ഞാൻ ഏതാനും വാക്കുകൾ താങ്കളോട് അറിയിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റും 10,000 രൂപയിൽ താഴെ മാത്രം എല്ലാം കോഴ്സ് മുഴുവനും കഴിയാനുള്ള ടോട്ടൽ ഫീ ആണ് 10,000-ൽ താഴെ. 9,000 ഇല്ല, 8,000 ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. 4 അക്കം എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി 9,999 എന്ന് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതിന്റെ എലിജിബിലിറ്റി 10+2 പാസ്സായ ഏതൊരു വ്യക്തിക്കും, താങ്കൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, സർക്കാർ ഉദ്യോഗസ്ഥനാണോ, പ്രൈവറ്റ് സെക്ടറിലാണോ, സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയാണോ, കോഓപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണോ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ, ഒരു പൊതുപ്രവർത്തകനാണോ, ഒരു കർഷകരാണോ, ഒരു വീട്ടമ്മയാണോ, ഒരു വ്ളോഗറാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, ഒരു വിദ്യാർത്ഥിയാണോ, ഒരു കുടുംബിനിയാണോ, ആരായാലും +2 പാസ്സായ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന ഗംഭീരമായ കോഴ്സാണ് ഡിപ്ലോമ ഇൻ അക്വാകൾച്ചർ. സ്കൂൾ ഓഫ് സയൻസിലാണ് ഇഗ്നോ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സ് ഓഫ് അക്വാകൾച്ചർ 8 ക്രെഡിറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ്. മാത്രമല്ല ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ അതിന്റെ ഒരു ലബോറട്ടറി, അല്ലെങ്കിൽ കോസ്റ്റൽ അക്വാകൾച്ചർ അതിന്റെ ഒരു ലബോറട്ടറി. ഇങ്ങനെ പഠിക്കുന്നതിന്റെ വളരെ വലിയ പ്രത്യേകത, those interested in both the streams of aquaculture, fresh water as well as coastal aquaculture would have to first finish the diploma in one stream, either stream number 1 or stream number 2, and then join the other stream at half the fees. പകുതി ഫീസ് വാങ്ങിച്ച് രണ്ടാമത്തെ സെക്ടറിൽ താങ്കൾക്ക് പഠിക്കാം. ആൻഡ് ഫോർ ഹാഫ് ദ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് ഓഫ് ടൈം ആസ് കമ്പൽസറി BAQ1 and BAQP1 would have already been completed with the first stream. A certificate would be given on completion of the second stream apart from the diploma. ഒരു ഡിപ്ലോമയ്ക്ക് അപ്പുറം താങ്കൾക്ക് പകുതി കോഴ്സും കൂടി എടുത്ത് സ്ട്രീം 1 എന്നുള്ളതിൽ 28 ക്രെഡിറ്റ്, സ്ട്രീം 2 എന്നുള്ളതിൽ 28 ക്രെഡിറ്റ് വാങ്ങിച്ച് താങ്കൾക്ക് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറും പഠിക്കാം, കോസ്റ്റൽ അക്വാകൾച്ചറും പഠിച്ച് വളരെ മനോഹരമായി തൊഴിൽ സാധ്യത നേടാം. മാത്രമല്ല ഇഗ്നോ will try to make every effort to conduct laboratory courses in the program at the learner support center chosen by you. But in case of any difficulty, you may be advised to attend the laboratory courses at some other learner support center. You would be prepared for such a situation. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് ഫാം മെക്കനൈസേഷൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തുകളിലൂടെ നമുക്ക് പ്രോജക്റ്റുകൾ വച്ച് നല്ല ഒരു കർഷകനാകാം, ഒരു മത്സ്യ കർഷകനാകാം എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുന്നു. ഇതിനോടൊപ്പം കുറച്ച് സംഗതികളും കൂടി ഞാൻ എന്റെ സന്തോഷത്തിനും എന്റെ വരുമാന മാർഗത്തിനും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ചില സംഗതികളും കൂടി ഈ സന്ദർഭത്തിൽ താങ്കളെ കാണിച്ച് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നോക്കൂ, ഇത് എന്റെ ഫാമിലെ അവസ്ഥയാണ്. ഗിഫ്റ്റ് തിലോപ്പിയ ഇട്ടിരിക്കുന്ന പോണ്ടാണ്, വാള ഇട്ടിരിക്കുന്ന പോണ്ടാണ്. അതുപോലെ തന്നെ എത്ര മനോഹരമായ ബിരിയാണി വെക്കാനുള്ള ക്വാളിറ്റി ഉള്ള മീനുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇത് എന്റെ ഫാമിലെ അവസ്ഥയാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെയും 1-2 സംഗതികൾ ഞാൻ താങ്കളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. വളരെ ആനന്ദകരവും
നമുക്ക് രുചികരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമുകളാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് സാധ്യമാകുന്നത് എന്ന് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക. ഇതൊരു വരുമാന മാർഗവും. നോക്കൂ, 2.5 കിലോ 3 കിലോ വലിപ്പമുള്ള ശുദ്ധമായ ആസാം വാളകളാണിത്. ശുദ്ധമായ ആസാം വാളകൾ നമുക്ക് വളരെ ഭംഗിയായി കൃഷി ചെയ്യാവുന്ന ചില സംഗതികളാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊമോട്ടർമാരുണ്ട്. ആ പ്രൊമോട്ടർമാർ നമ്മെ സഹായിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. നല്ല പ്രൊമോട്ടർമാർ ഉണ്ട്. അവർ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. വളരെ രസകരമാണ്. കുറഞ്ഞ ഫീസ് മാത്രമേ ഇതിനുള്ളൂ. മറ്റെല്ലാവരും പറയുന്നത് പോലെ ലക്ഷങ്ങൾ ഫീസ് ഒന്നുമില്ല, നാമമാത്രമായ ഫീ. ഇത് കണ്ടില്ല, രണ്ടാമത്തെ ഒരു പ്രത്യേകതരം വല ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൊയ്ത്താണ്. ഇതിന് മത്സ്യക്കൊയ്ത്ത് എന്നാണ് പറയുക. വളരെ രസകരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഇത്തരത്തിൽ നല്ല വലിപ്പമുള്ള മീനുകൾ, 2.5 കിലോ 3 കിലോ വലിപ്പമുള്ള മീനുകൾ 1 കിലോയ്ക്ക് 100 രൂപ 120 രൂപയ്ക്ക് വിറ്റാൽ തന്നെ എത്ര നല്ല ലാഭമുള്ള, ഓരോരുത്തരും വന്ന് വാങ്ങിച്ചു കൊണ്ട് പോവുകയാണ് ഫാമിൽ നിന്നുള്ള. എനിക്ക് ഇത് അഭിമാനമുണ്ട്. ഇത്തരത്തിലുള്ളത് അവതരിപ്പിക്കുമ്പോൾ അഭിമാനമുണ്ട്. ആസാം വാള എന്നാണ് ഇതിനെ പറയുക. സാധാരണ ഉള്ള ഒരു വാളയല്ല ഇത്. വളരെ ഗുണപ്രദവുമാണ്. ബിരിയാണി വെക്കാനുള്ള, മീൻ ബിരിയാണി വെക്കാനുള്ള ടേസ്റ്റ് ഉള്ള, ഒരു ചളിയും ഒന്നുമില്ലാത്ത മനോഹരമാണ്. ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾക്കും പലതും ജീവിതത്തിൽ ഒരു അനുഭവമായി മാറട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ലൈവായി ഞാൻ ഇത്തരത്തിലുള്ള സംഗതികൾ ഞാൻ താങ്കളെ കാണിച്ചു തരുന്നത്. ഇത് കൂടാതെ തന്നെ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഫിഷറീസ് കൂടാതെ തന്നെ നമുക്ക് മറ്റുള്ള കുറെ കർഷക പ്രവർത്തനങ്ങളും കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായത്. അതിൽ താല്പര്യമുള്ളതെല്ലാം തന്നെ പോൾട്രി ഫാമിംഗ് എന്നുള്ളത് ഇഗ്നോയിലെ ഒരു കോഴ്സ് ഉണ്ട്. വളരെ നാമമാത്രമായ ഒരു കോഴ്സാണ് ഇഗ്നോ പോൾട്രി ഫാമിംഗ്. ശുദ്ധമായ നാടൻ താറാവ്, നാടൻ കോഴികൾ, സദാ വെള്ളം അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് എങ്കിൽ നല്ല കുട്ടനാടൻ താറാവുകൾ, വിഗോവ താറാവുകൾ, ഇതെല്ലാം ഒരു രസകരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വളർത്താം. കുട്ടികൾക്ക് ഒരു വരുമാന മാർഗമായി നാട്ടിൽ തന്നെ ഇരിക്കാം. അന്യ നാടുകളിൽ പോയി കഷ്ടപ്പെടേണ്ടതില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന രസകരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഏറെ ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്ത് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമൂലമായ മാറ്റങ്ങൾ താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന്. ഇത് നോക്കൂ, നല്ല നാടൻ പുള്ളിക്കോഴികൾ, തലശ്ശേരി കോഴികൾ, കരിങ്കോഴികൾ ഉള്ള നല്ല ഒരു അന്തരീക്ഷം. പക്ഷെ അതിനെല്ലാം ഉള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ വീഡിയോ ദൈർഘ്യമേറിയതാണ്, പക്ഷെ ഇത് ഇങ്ങനെ കാണിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിപ്ലോമ ഇൻ അക്വാകൾച്ചർ തുടങ്ങിയ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ഏറെ തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്ന ഈ കോഴ്സുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നല്ല രജിസ്ട്രേഷൻസ് വാങ്ങിച്ച് നമുക്ക് പഞ്ചായത്ത് തലത്തിലെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ഒരു പഞ്ചായത്തിൽ 1, 2, 10 ആളുകൾ ചേർന്ന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് നല്ല ഭക്ഷണം, നല്ല വരുമാനം, മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിന് ഈ കോഴ്സ് താങ്കൾക്ക് സഹായകമാണ്. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.